അങ്ങനെ ഇരിക്കെയാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലും വലിയ രീതിയിലുള്ള ഉയർച്ചകൾ കാണാൻ സാധിക്കുന്നു. അങ്ങനെ അവിടുത്തെ ഗുണ്ടകളും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലോട്ട് മാറുകയാണ്. പിന്നീട് പലരെയും പറ്റിച്ചും ചതിച്ചും കോടികൾ ഗുണ്ടകൾ ഉണ്ടാക്കുന്നു. ഗുണ്ടകളുടെ ശല്യം കൂടുന്നത് കാരണം ബാംഗ്ലൂർ പോലീസ് പല ഗുണ്ടകളെയും എൻകൗണ്ടർ ചെയ്യാൻ തീരുമാനിച്ചു. അതോടെ മുത്തപ്പ റായുടെ നെറ്റ്വർക്കിന് തകർച്ച വന്നു തുടങ്ങി. ഒരുപാടധികം ആളുകളെ അദ്ദേഹത്തിന് നഷ്ടമാകുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ മുത്തപ്പ റായ് തൻ്റെ ജീവൻ രക്ഷിക്കാൻ അദ്ദേഹം ദുബായിലേക്ക് കടന്നു കളയുന്നു. പിന്നീട് ബംഗളൂരു നഗരം പതിയെ പതിയെ ശാന്തമാവാൻ തുടങ്ങി. കുറേ വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. 2005, 2006 കാലഘട്ടത്തിൽ പിന്നെയും ചിലർ വന്നു. ആ കൂട്ടത്തിൽ വളരെ പ്രശസ്തരായ ആൾക്കാരാണ് സൈലന്റ് സുനിയും അയാളുടെ കൂട്ടാളിയായിട്ടുള്ള രോഹിത്തും. അതുപോലെ തന്നെ ശ്രീനിവാസ്, ശങ്കർ തുടങ്ങിയിട്ടുള്ള ആളുകളും. ബ്രിട്ടൻ ബ്രദേഴ്സ് അഥവാ ശ്രീനിവാസനും ശങ്കറും എന്ന് പറയുന്നവർ വലിയ തോതിലുള്ള പല അതിക്രമണങ്ങളും ബാംഗ്ലൂരിൽ അഴിച്ചുവിടുകയാണ്. എന്നാൽ പിന്നീട് ഇവർക്കിടയിൽ പല പ്രശ്നങ്ങളും വാക്കുതർക്കങ്ങളും ഉണ്ടാകുന്നു. അങ്ങനെ ശ്രീനിവാസും ശങ്കറും തമ്മിൽ വലിയ ശത്രുക്കളാവുകയാണ്. ഈ വീഡിയോയുടെ അടുത്ത പാർട്ടിയുടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഇനി ഇതിന് മുന്നുള്ള പാട്ടുകളും അതുപോലെ തന്നെ ഇതിന് ശേഷമുള്ള പാട്ടുകളുടെയും ലിങ്കുകൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഉണ്ടാവും. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.